നമസ്കാരം. BJP ഇന്നലെ 16 സംസ്ഥാനങ്ങളിലായി പ്രഖ്യാപിച്ച 195 സ്ഥാനാർത്ഥികൾ. ദേശീയ മാധ്യമങ്ങളിൽ മുഴുവൻ ഇതുതന്നെയാണ് വാർത്ത. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ മധ്യപ്രദേശിൽ BJP സ്വീകരിച്ചിരിക്കുന്ന ചില പുതുമയുള്ള കാര്യങ്ങളുണ്ട്. നമുക്കറിയാം 29 സീറ്റുകളാണ് മധ്യപ്രദേശിലുള്ളത്. അതിൽ 24 ഇടത്തേക്കാണ് ഇപ്പോൾ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ 28 ഇടത്തും വിജയിച്ച് കയറിയ ചരിത്രമുണ്ട് BJPക്ക്. BJPയുടെ കോട്ട തന്നെയാണ് മധ്യപ്രദേശ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മധ്യപ്രദേശിലെ പ്രമുഖരിൽ BJP ടിക്കറ്റ് നൽകിയിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാനും അതിനോടൊപ്പം കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കുമാണ്. ഇവർ തന്നെ ആയിരിക്കും മധ്യപ്രദേശിലെ മുഴുവൻ പ്രചരണ പരിപാടികൾ ഉൾപ്പെടെ മുന്നിൽ നിന്ന് നയിക്കാൻ പോകുന്നതും. പക്ഷേ BJP സീറ്റ് നിഷേധിച്ച ഒരു പ്രധാനപ്പെട്ട MP കൂടിയുണ്ട്. സിറ്റിംഗ് MP ആയ പ്രഗ്യ സിംഗ് ഠാക്കൂർ. നമുക്കറിയാം ഈ പേര് കേൾക്കാത്തവരായി ഉണ്ടാവില്ല. വിവാദങ്ങളുടെ ഇഷ്ടപ്പെട്ട തോഴിയാണ് ഈ പ്രഗ്യ സിംഗ് ഠാക്കൂർ എന്ന് പറയുന്നത്. പലപ്പോഴും പല വിഷയങ്ങളിലും വിവാദപരമായ ചില നിലപാടുകൾ, ചില തുറന്നു പറച്ചിലുകളൊക്കെ പ്രഗ്യ സിംഗ് ഠാക്കൂർ നടത്താറുണ്ട്. ഇതൊക്കെ മിക്കപ്പോഴും പാർട്ടിയെ വെട്ടിലാക്കിയിട്ടുമുണ്ട്. ഇനി പാർലമെന്റിലെ പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ പ്രഗ്യ സിംഗ് ഠാക്കൂർ 66% മാത്രമേ ഹാജർ നിലനിർത്തുന്നുള്ളൂ. നിലവിലുള്ള ശരാശരിയായ 79 എന്ന ശതമാനത്തേക്കാൾ 13% കുറവാണ്. സംസ്ഥാനത്തെ 86 എന്ന ശരാശരി ശതമാനത്തേക്കാൾ 20% കുറവാണ്. അങ്ങനെ പാർലമെന്റിലും എടുത്തു പറയത്തക്കതായ ഒരു ഇടപെടലും പ്രഗ്യ സിംഗ് ഠാക്കൂർ നടത്തിയിട്ടില്ല. 19 സംവാദങ്ങളിൽ, ഡിബേറ്റുകളിൽ മാത്രമേ അവർ പങ്കെടുത്തിട്ടുള്ളൂ. 36 ചോദ്യങ്ങൾ മാത്രമേ അവിടെ ഉന്നയിച്ചിട്ടുള്ളൂ. ഇതാവട്ടെ ദേശീയ ശരാശരിയായ 210ഉം സംസ്ഥാന ശരാശരിയായ 168മായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്വകാര്യ ബില്ല് പോലും അവർ ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുമില്ല. എന്തായാലും വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് ഈ പ്രഗ്യ സിംഗ് ഠാക്കൂർ എന്ന് പറയുന്നത്. മധ്യപ്രദേശിൽ അവർക്ക് വലിയ ജനപിന്തുണയുണ്ട്. അവരുടെ ആവേശം കൊള്ളിക്കുന്ന പ്രസംഗങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾക്കും ഒക്കെ വലിയ ഒരു ആരാധക വൃന്ദം തന്നെയുണ്ട്. പ്രഗ്യ സിംഗിനെ ഒരിക്കലും പരാജയം മുന്നിൽ കണ്ടുകൊണ്ടല്ല BJP കടിഞ്ഞാണിട്ടിരിക്കുന്നത്. മറിച്ച് അവരുടെ വായിൽ നിന്നും വരുന്ന ചില വിവാദപരമായ പ്രസ്താവനകൾ, അതിനോടൊപ്പം പാർലമെന്റിൽ കഴിഞ്ഞ കാലയളവിൽ നടത്തിയിരിക്കുന്ന പ്രകടനം, ഇത് രണ്ടും നോക്കിക്കൊണ്ടാണ് പ്രഗ്യ സിംഗ് ഠാക്കൂറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഈ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റിയിരിക്കുന്നത്. അതിനർത്ഥം വിജയസാധ്യത മാത്രമല്ല, അല്ലെങ്കിൽ വിജയം മാത്രമല്ല BJP ലക്ഷ്യം വെക്കുന്നത്, മറിച്ച് ക്വാളിറ്റിയുള്ള പാർലമെന്റേറിയന്മാരെ വാർത്തെടുക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട അജണ്ട കൂടി BJPക്കുണ്ട്. അത് വെളിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ സ്ഥാനാർത്ഥി പട്ടിക. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.